ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ഗൗതം ഗംഭീറിനെ നിയമിച്ചു. 2020 ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിലാണ് പുതിയ കോച്ചിനെ തിരഞ്ഞെടുത്തത്. ഈ മാസം അവസാനം ആരംഭിക്കുന്ന ശ്രീലങ്കൻ പര്യടനമാണ് പരിശീലക കുപ്പായത്തിൽ ഗംഭീറിന്റെ അരങ്ങേറ്റം. BCCI സെക്രട്ടറി ജയ്ഷായാണ് പ്രഖ്യാപനം നടത്തിയത്. ഒടുവിൽ പ്രഖ്യാപനം വന്നു. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ. BCCI സെക്രട്ടറി ജയ്ഷായാണ് പ്രഖ്യാപനം നടത്തിയത്. 3.5 വർഷത്തേക്കാണ് ഗൗതം ഗംഭീറിന്റെ നിയമനം. 2027 നടക്കുന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വരെയാകും കാലാവധി. 3 ഫോർമാറ്റുകളിലും ഗംഭീർ തന്നെയാണ് പരിശീലകനായി എത്തുന്നത്. ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റിലും T20യിലും ഇന്ത്യയുടെ വിശ്വസ്തനായ ബാറ്ററായിരുന്നു ഗൗതം ഗംഭീർ. 58 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 4154 റൺസും 147 ഏകദിനങ്ങളിൽ നിന്ന് 5238 റൺസും 37 T20യിൽ നിന്ന് 932 റൺസാണ് ടീം ഇന്ത്യക്കായി ഗംഭീർ അടിച്ചെടുത്തത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മെന്റർ എന്ന നിലയിൽ പ്രവർത്തിച്ച ഗംഭീർ കൊൽക്കത്തയെ ഇക്കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാരാക്കി. മറ്റ് താരങ്ങളുടെ പേരുകളും BCCIക്ക് മുന്നിൽ വന്നിരുന്നെങ്കിലും ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റിനെ ആഴത്തിലറിയുന്ന ക്രിക്കറ്റർ എന്നതാണ് ഗൗതം ഗംഭീറിലേക്ക് എത്താൻ കാരണം. നിലവിൽ സിംബാബ്വേയിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പര്യടനം പൂർത്തിയാക്കി തിരിച്ചെത്തിയാലുടൻ ഗംഭീർ ടീമിനൊപ്പം ചേരും. ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ പരിശീലക വേഷത്തിൽ ഗംഭീരമായി തുടങ്ങാനാണ് ഗൗതം ഗംഭീർ കാത്തിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.